Hi all, good morning and welcome back to Psychmesta. 2026 ആദ്യത്തെ ക്ലാസ് ആണ് ഫസ്റ്റ് ഇയേഴ്സിനുള്ളത്. 3 ലൈവ് ക്ലാസ്സസ് ആണ് ഉള്ളത്, രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്നുള്ള രീതിയിൽ. ചീഫ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അബ്ദുൽ നാഫി എന്ന് ഞാൻ എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയമാണ്. ഫസ്റ്റ് ഇയേഴ്സിന്, തേർഡ് ഇയേഴ്സിന് ഫോറൻസിക്കും, ഫസ്റ്റ് ഇയേഴ്സിന് സ്റ്റാറ്റ്യൂ ആണ്. അപ്പൊ സ്റ്റാറ്റ്യൂ ആസ് യു നോ മാത്സ് ആണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മുടെ സ്റ്റുഡൻസ് ഒരു നോട്ട് ബുക്ക് സ്റ്റാറ്റിക് ആയിട്ട് മേടിക്കണം. എല്ലാ സബ്ജക്റ്റിലും വേണം, പക്ഷെ സ്റ്റാറ്റിക് ഒരെണ്ണം നിർബന്ധമായിട്ട് നമുക്ക് സാധനം ചെയ്തു നോക്കും. നമ്മൾ സ്റ്റുഡൻസിന് സ്റ്റാറ്റിക് നല്ല മാർക്ക് കിട്ടാറുണ്ട്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഇപ്പൊ സൈക്കോളജിയിൽ സ്റ്റാറ്റി ആയത്. അപ്പൊ ആദ്യം അത് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു റിസർച്ചോ പ്രോജക്റ്റോ ഡിസർട്ടേഷനോ ചെയ്യണമെങ്കിൽ അവിടെയാണ് സ്റ്റാറ്റിയുടെ അത്യാവശ്യം. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരു സ്റ്റഡി, എസ്പെഷ്യലി ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ കുറെ പേരിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. ഒരു സ്റ്റഡി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ ക്ലാസ് റൂമിലെ സ്ട്രെസ്സും അതുപോലെ ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും ഒക്കെ കാരണം അഡോളസൻസിന് മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറയാണ്, ക്ലാസ് റൂം സ്ട്രെസ്, ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് കാരണം അഡോളസൻസിന് മെന്റൽ പ്രഷർ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റഡി നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ ആണല്ലോ? നമ്മുടെ പോപ്പുലേഷൻ ആരാണ്? കേരളത്തിലെ അഡോളസൻസ്. അപ്പോ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ കുട്ടികളും ഇതിൽ ഉൾപ്പെടും. പക്ഷെ എല്ലാവരും എടുത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റൂല. പോപ്പുലേഷൻ ആരാണ്? കേരള അഡോളസൻസ് ആണ്. പക്ഷെ എല്ലാവരും എടുത്ത് പഠിക്കാൻ പറ്റുമോ? എല്ലാ അഡോളസൻസിനെയും ഇല്ല. അപ്പൊ നമ്മൾ എന്താക്കി, ഓരോ ജില്ലയിൽ നിന്നും 100 പേര്, ഓരോ ജില്ലയിൽ 100 പേര് പറയുമ്പം 1400 പേര് സെലക്ട് ചെയ്യും. 1400 അഡോളസൻസ്. ഓക്കെ ആണല്ലോ? അപ്പൊ കേരളത്തിലെ അഡോളസൻസ് പോപ്പുലേഷൻ ആണെങ്കിൽ നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന ഈ 1400 പേര് നമ്മൾ സാമ്പിൾസ് എന്നാണ് പറയാം. അതായത് ഈ സാമ്പിൾസിലാണ് നമ്മൾ പഠനം നടത്തുക, എന്നിട്ട് മൊത്തത്തിൽ നമ്മൾ അതിനെ വിലയിരുത്തുകയാണ് ചെയ്യാം. ഒന്നുകൂടി പറയാണ്, ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോവാണ്. ക്ലാസ് റൂമിലെ സ്ട്രെസ്സും ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും കാരണം അഡോളസൻസിൽ മെന്റൽ പ്രഷർ ഉണ്ടാവുന്നുണ്ടോ എന്ന്. അപ്പൊ കേരളത്തിലെ അഡോളസൻസ് ആണ് എന്റെ പോപ്പുലേഷൻ. കേരളത്തിലെ മൊത്തം അഡോളസൻസിനെ എടുത്ത് എനിക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഓരോ ജില്ലയിൽ നിന്നും 100 പിള്ളേർ എന്ന രീതിയിൽ 1400 പേര് ഞാൻ സെലക്ട് ചെയ്തു. ഈ 1400 പേര് നമ്മൾ സാമ്പിൾസ് എന്നാണ് പറയുക. ഈ 1400 പേരിലാണ് പഠനം നടത്താം. ഇത്രയും കാര്യം ഒക്കെയാണോ? എല്ലാരും പറഞ്ഞ ഒക്കെയാണോന്ന്? ഓക്കെ. അപ്പൊ ഈ 1400 പേര് നമ്മൾ എന്താക്കുന്ന അറിയോ? ക്വസ്റ്റ്യനെയർ കൊടുക്കും. ഈ 1400 പേര് ക്വസ്റ്റ്യനെയർ കൊടുക്കും. ക്വസ്റ്റ്യനെയറിൽ കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് കാരണം സങ്കടം ഉണ്ടോ, അല്ലെങ്കിൽ പ്രഷർ ഉണ്ടോ, അങ്ങനെ കുറെ. അപ്പം ഇങ്ങനെ ആയിരിക്കും. യെസ്, ഡിസഗ്രി, നോൺ ഡിസഗ്രി, 5-6 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഫസ്റ്റ് ഓപ്ഷന് 4 മാർക്കായിരിക്കും, സെക്കൻഡ് ഓപ്ഷന് മാർക്കായിരിക്കും, മൂന്നാമത്തെ ഓപ്ഷൻ 2 ആയിരിക്കും, 1 ആയിരിക്കും. ഈ രീതിയിലാണ് മാർക്കുകൾ ഉണ്ടാവുക. ഞാൻ നോക്കട്ടെ.
പെർസീവ്ഡ് സ്ട്രെസ് നല്ല സാധനം കണ്ടോ. ഇതാണ് ഒരു ക്വസ്റ്റ്യനെയറിന്റെ മോഡൽ. കണ്ടോ കണ്ടോ ഇവിടെ നോക്കിക്കേ. ഇൻ ദ ലാസ്റ്റ് മന്ത് ഹൗ ഓഫൺ യു ബീൻ അപ്സെറ്റ് ബിക്കോസ് ഓഫ് സംതിങ് ദാറ്റ് ഹാപ്പൻ അൺഎക്സ്പെക്ടഡ്ലി. കണ്ടോ, അൺഎക്സ്പെക്ടഡ്ലി ഹാപ്പൻ ചെയ്ത് എന്തെങ്കിലും കാരണം കൊണ്ട് കഴിഞ്ഞ മാസം നിങ്ങൾ എത്രത്തോളം അപ്സെറ്റ് ആയി നോക്കിയേ. നെവർ എന്നാണെങ്കിൽ 0 മാർക്കാണ് കൊടുക്കാം. ഓൾമോസ്റ്റ് നെവർ എന്നാണെങ്കിൽ 1 മാർക്ക്, സംടൈംസിന് 2 മാർക്ക്, ഫെയർലി ഓഫണിന് 3 മാർക്ക്, വെരി ഓഫണിന് 4. ഇതാണ് ക്വസ്റ്റ്യനെയറിന്റെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനെയർ ഈ 1400 പിള്ളേർക്ക് കൊടുക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യനെയറിന്റെ മോഡല് നമ്മൾ ഈ 1400 പിള്ളേർക്ക് കൊടുക്കും. അപ്പൊ ഇപ്പൊ ഞാൻ ചുമ്മാ എഴുതാണ്, ഞാനിവിടെ അഫാന്ന് എഴുതി, എന്റെ ഏജ് എഴുതി, ജെൻഡർ എഴുതി, എന്നിട്ട് എനിക്ക് 10 ക്വസ്റ്റ്യനും കൂടെ ഒരു മാർക്ക് കിട്ടും. അപ്പൊ ആദ്യത്തേന് ഞാൻ 1 കൊടുത്ത്, രണ്ടാമത്തേന് ആദ്യത്തേന് 1 മാർക്ക് കൊടുത്തു, രണ്ടാമത്തേനും 1 മാർക്ക് കൊടുത്തു, ഒരു 6 എണ്ണത്തിന് ഞാൻ 1 മാർക്ക് കൊടുത്തു. 6 കഴിഞ്ഞിട്ട് 7, 8, 9, 10നും ഞാൻ 2 മാർക്ക് വെച്ച് കൊടുത്തു. അപ്പം 3, 4, 6, 8 പ്ലസ് 6, 8 പ്ലസ് 6, 14. എന്റെ സ്കോർ 14 ആണ്. മൊത്തത്തിലുള്ള സ്കോർ എടുക്കും. ആദ്യത്തെ ഞാൻ ഇങ്ങനെ ഓരോ വന്നിട്ട്, പിന്നെ 4 ഞാൻ 2 ചുമ്മാ പറയാട്ടോ. എന്റെ സ്കോർ 14. അതുപോലെ വഫക്കും ഈ പേപ്പർ വന്നു. വഫയുടെ സ്കോർ 16 ആണ്. നഫിയക്ക് തന്നു, നഫിയുടെ 18 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 1400 പേര് സ്കോർ കിട്ടി. ഈ സ്കോർ അനലൈസ് ചെയ്യണം. അതായത് ഈ നമ്പേഴ്സിന് അനലൈസ് ചെയ്യണം. എന്നിട്ടാണ് ഫൈനൽ ഡിസിഷനിലേക്ക് എത്താം. എന്ത്, ക്ലാസ് റൂം സ്ട്രെസ്സും ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും കാരണം കുട്ടികൾക്ക് പ്രശ്നമുണ്ടോന്ന് ഈ 1400 പേരുടെയും സ്കോർ അനലൈസ് ചെയ്തിട്ടാണ് കൺക്ലൂഷനിലേക്ക് എത്താം. ഈ അനലൈസ് അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. അതായത് സ്കോറുകൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് 1400 പേരുടെ സ്കോർ ഉണ്ട്. ഈ 1400 പേരുടെ സ്കോർ അനലൈസ് അല്ലെങ്കിൽ അനാലിസിസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഈ അനാലിസിസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചാണ്. പണ്ടൊക്കെ അത് മാത്സ് ചെയ്തിട്ടാണ്. ഇപ്പൊ അത് സോഫ്റ്റ്വെയർ ഉണ്ട്, SPSS എന്ന്, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് എന്നാണ് SPSS ഫുൾ ഫോം. SPSS സെക്കൻഡ് ഇയർ പഠിക്കാനുണ്ടോ SPSS. ഈ SPSS ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ കാലത്ത് ഈ സ്റ്റാറ്റ് ചെയ്തത്. സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഏത് മെത്തേഡ് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഒരു സൈക്കോളജി വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാറ്റി എന്ന വിഷയം നിങ്ങൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിക്കുന്നത്. അതായത് ഈ ഒരു സൈക്കോളജിക്കൽ റിസർച്ചിന്റെ സ്കോറുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റി സൈക്കോളജിയിൽ ഉപയോഗിക്കുന്നത്. സൈക്കോളജിയിൽ മാത്രമല്ല, ബിഹേവിയർ സയൻസിൽ എല്ലാത്തിലും സ്റ്റാറ്റി ഉപയോഗിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇപ്പൊ എന്തിനാണ് സൈക്കോളജിയിൽ സ്റ്റാറ്റി ഉപയോഗിക്കുന്നത് മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് 1 ആണ്. 104, 108, 2 അതിന് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ട്. അപ്പൊ നോക്കാം എന്താണ് കോഴ്സ്, എന്തൊക്കെയാണ് ഇത്, എന്തിനൊക്കെയാണ് ഇതൊക്കെയുള്ളത്. നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആണിത്. The course of Statistical Method for Psychological Research, BPCC 104, is the second core course offered in second semester of BA Psychology. Course core subject ആണ്. The course is divided into 4 blocks. 4 blocks ഉണ്ട്. Each of these blocks represent a specific theme which is discussed in terms of unit. 4 ബ്ലോക്കിൽ 4 തീമാണ് ഉള്ളത്. The units are arranged in logical sequences to cover the main aspect. 4 തീം എന്തായാലും ഇങ്ങനെ പോവാണ് ചെയ്യാം. Before proceeding to read the units വായിക്കുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. എല്ലാ ചാപ്റ്ററിലും ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഇൻട്രഡക്ഷൻ ഉണ്ടാവും, പിന്നെ സെക്ഷൻസ് ആയിട്ട് തീംസ് കൊടുക്കുക, സബ് സെക്ഷൻസ് ഉണ്ടാവും, പ്രോഗ്രസ് ചെക്ക് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്.
നോക്കാം. കോഴ്സിന്റെ കോണ്ടന്റ് 4 എന്താണുള്ളത്, ബ്ലോക്കുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രഡക്ഷൻ ആണ്. ഇൻട്രഡക്ഷനിൽ 2 ചാപ്റ്റർ ആണ്. ഇൻട്രഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സും ഡാറ്റ ഓർഗനൈസേഷൻ ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ 2 യൂണിറ്റ്സ്. ഇനി രണ്ടാമത്തെ ബ്ലോക്ക് മെഷർമെന്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് വേരിയബിലിറ്റി ആണ്. അതിന് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇൻട്രഡക്ഷൻ ടു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഇൻട്രഡക്ഷൻ ടു മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി, കോമ്പ്യൂട്ടേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി. മൂന്നാമത്തെ ബ്ലോക്കിൽ കോറിലേഷൻ ആണ്. കോറിലേഷൻ ആൻഡ് ഇൻട്രഡക്ഷൻ ഉണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. നാലാമത് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അവിടെ നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന 8ാമത്തെ ചാപ്റ്റർ ഒരൊറ്റ ചാപ്റ്റർ ആണ് ഉള്ളത്. അങ്ങനെ മൊത്തം 8 ചാപ്റ്റർ ആണ് 4 ബ്ലോക്കിലായിട്ട് ഉള്ളത്. ആദ്യത്തെ ബ്ലോക്കില് 2 യൂണിറ്റ്, രണ്ടാമത്തെ ബ്ലോക്കിൽ 3 യൂണിറ്റ്, വീണ്ടും മൂന്നാമത്തെ ബ്ലോക്കിൽ 2 യൂണിറ്റ്, നാലാമത്തെ ബ്ലോക്കിൽ 1 യൂണിറ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി കോഴ്സിന്റെ ഇൻട്രഡക്ഷൻ ആണ്. ഡിയർ ലേണർ, in the first semester of this program, you must have developed a fair idea about basic principles of psychology as a subject area. 101 സബ്ജക്ട് എന്താണെന്ന് വളരെ വിശദമായിട്ട് പഠിച്ചു. ഈ സെക്കൻഡ് സെമസ്റ്ററിലാണ് 104 വരുന്നതെങ്കിൽ one of the course that you study is statistical method for psychological research ആണ്. In psychology, both quantitative and qualitative research carry ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് കുറെ ആൾക്കാരെ എടുത്തിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യനെയർ കൊടുത്ത് ചെയ്യുന്നതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അല്ല ഒരു 10 പേരെ എടുത്ത് അവരിങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് ഇൻഡെപ്തിൽ ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ്. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് സ്റ്റാറ്റി വേണ്ടത്, ക്വാളിറ്റേറ്റീവിൽ സ്റ്റാറ്റി ഇല്ല കേട്ടോ. When quantitative research is carried out, statistical analysis is involved and thus one need to have fair idea about statistical method that can be used to statistically analyze the data collected. ഒന്നുകൂടി പറയാണ്, സൈക്കോളജിയിൽ 2 രീതിയിലാണ് റിസർച്ച് ചെയ്യുക. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും രണ്ടാമത്തെ ക്വാളിറ്റേറ്റീവ് റിസർച്ചും. ഈ റിസർച്ചുകളെ പറ്റി വിശദമായിട്ട് സെക്കൻഡ് ഇയറിലെ റിസർച്ച് പേപ്പർ ഉണ്ട് 105 നിങ്ങൾ പഠിച്ചു കേട്ടോ. അപ്പൊ 2 തരം എന്താണുള്ളത് റിസർച്ചുകളാണ്, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ഇതിൽ ക്വാണ്ടിറ്റേറ്റീവിലാണ് സ്റ്റാറ്റ് ഉപയോഗിക്കുക. അതായത് എങ്ങനെയാണ്? When quantitative research is carried out, statistical analysis is involved. ക്വാണ്ടിറ്റേറ്റീവ് ചെയ്യുമ്പോൾ സ്റ്റാറ്റി അവിടെ ഇൻവോൾവ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അവിടെ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റി പഠിച്ചിരിക്കണം. The main object of this course is to introduce the descriptive statistics used in psychology. Psychology ഉപയോഗിക്കുന്ന descriptive statistics എന്തൊക്കെയാണ്? To acquire the learners with statistical computations and applications. സ്റ്റാറ്റിയുടെ കമ്പ്യൂട്ടേഷൻ അതായത് സമ്മ ചെയ്യൽ എങ്ങനെയാണ്, അപ്ലൈ ചെയ്യൽ എങ്ങനെയാണ് എന്നൊക്കെയാണ് നിങ്ങൾ വിശദമായിട്ട് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഇത് പഠിച്ചാൽ മാത്രമാണ് ലാസ്റ്റ് 3ാമത്തെ വർഷം 3rd ഇയറിൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. ആ പ്രോജക്റ്റ് വൃത്തിക്ക് ചെയ്യണമെങ്കിൽ BPCC 105 എന്ന പേപ്പറും ഈ BPCC 104ഉം 108ഉം നിങ്ങൾ വിശദമായിട്ട് അറിഞ്ഞിരിക്കണം. The present course will also be helpful in the 6th semester of this program when you take up the course on project BPCE 144. ലാസ്റ്റ് സെമ്മില് പ്രോജക്റ്റ് എന്തായാലും ചെയ്യാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. ആ പ്രോജക്റ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്യണമെങ്കിൽ 104, 105, 108 പേപ്പേഴ്സ് നിങ്ങൾ വിശദമായിട്ട് പഠിക്കും. ഇവിടെ കോഴ്സിന്റെ റിവ്യൂ പറയുന്നത് 4 ബ്ലോക്കാണ്. 4 ബ്ലോക്കിലും കൂടി 8 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ബ്ലോക്ക് 1ലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒരു നോട്ട് കാണാൻ പറയുന്നത് സമ്മ ചെയ്യാനും തിയറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഞാനൊരു മോഡൽ കാണിച്ചു അത് അതുപോലെ ചെയ്യാനും വേണ്ടി അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. അടുത്ത എക്സാമിന്റെ സമയത്ത് നിങ്ങൾ എഴുതിയ നോട്ട് മാത്രം മറിച്ച് നോക്കിയാൽ മതി. നോട്ടൊക്കെ ക്ലാസ് ടീച്ചർ ചെക്ക് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഇയർ ടീച്ചർ എന്ന് പറയുന്നത് വിസ്മയ വിജിത്താണ്. വിസ്മയ നിങ്ങൾക്ക് എടുക്കുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആയിരിക്കും. പിന്നെ നിങ്ങളുടെ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് 103 എടുത്ത അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് ആൻഡ്രോഷ്നി റോയ് ആണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എടുക്കുന്നത് ലൈവാണ് ഡെയിലി ഉണ്ടായിട്ട്. അപ്പൊ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 എന്തൊക്കെയാണ്? ഇൻട്രഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് യൂണിറ്റ് 1ന്റെ പേര്. ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇൻട്രഡക്ഷൻ. ഈ ചാപ്റ്ററിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഇൻട്രഡക്ഷൻ ആയിട്ട് എഴുതി വെക്കും.
അപ്പൊ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് ഒന്ന് മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച്, ലിമിറ്റേഷൻസ് ആൻഡ് മിസ്ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് ഈ ചാപ്റ്ററിൽ ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്. ഈ 5 ക്വസ്റ്റ്യൻ വന്നാലും ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതി വരും. ഇൻട്രൊഡക്ഷൻ എന്തായാലും പഠിക്കും. പിന്നെ മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച്, ലിമിറ്റേഷൻ ആൻഡ് മിസ്ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? അപ്പൊ ഒബ്ജക്റ്റീവ്സ്. After reading this unit, you will be able to explain the meaning of statistics, discuss the role of statistics in research, describe the limitations and misinterpretation of statistics, discuss the scales of measurement, and explain descriptive and inferential statistics. നോക്കാം ഇൻട്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അത് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നോക്കാം. A researcher is carrying out a research on emotional intelligence and self-esteem of adolescents in India. ഒരു റിസർച്ചർ ഇന്ത്യയിലെ മൊത്തം, ഞാൻ നേരത്തെ കേരളത്തിലെ അഡോളസൻസ് ആണ് പറഞ്ഞെങ്കിൽ ഇന്ത്യയിലെ മൊത്തം അഡോളസൻസിന്റെ ഇമോഷണൽ ഇന്റലിജൻസും സെൽഫ് എസ്റ്റീമും നോക്കാൻ വേണ്ടി പോവാണ്. For this research, he or she will collect the data from the adolescents, both males and females, with the help of standardized tools for emotional intelligence and self-esteem. ഇതിനായിട്ട് ആ റിസർച്ചർ ഇമോഷണൽ ഇന്റലിജൻസിന്റെയും സെൽഫ് എസ്റ്റീമിന്റെയും സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ വെച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യും. ഈ സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ എന്ന് പറയുന്നതിനെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ ആണ് സ്ട്രെസ്സിന്റെ. അതുപോലെ സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ വെച്ചിട്ട് എന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്യും ഇന്ത്യയിലെ അഡോളസൻസ്. Emotional intelligence and self-esteem here are 2 main variables of study. നമ്മൾ ഈ റിസർച്ചിന്റെ മെയിൻ 2 വേരിയബിൾസ് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ്, രണ്ടാമത്തത് എന്താണ്? സെൽഫ് എസ്റ്റീം. ആഫ്റ്റർ ദ ഡാറ്റ കളക്ഷൻ പ്രോസസ് ക്വസ്റ്റ്യനെയർ ഒക്കെ കൊടുത്ത് നമ്മൾ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ the researcher will have to carry out statistical analysis. കേട്ടോ, ഡാറ്റ മൊത്തം കളക്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാറ്റി ചെയ്യണം. ഈ സ്റ്റാറ്റിയുടെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? Based on the objectives and hypotheses of this research, the researcher will use varied statistical technique to analyze the data. ഏതാണോ നമ്മൾ ചെയ്യുന്ന റിസർച്ച് അതിന്റെ ഒബ്ജക്റ്റീവ് ഹൈപ്പോത്തസിസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഏതാണോ സ്റ്റാറ്റി വേണ്ടതെന്ന് തീരുമാനിക്കും. അതിനുശേഷം സ്റ്റാറ്റി ചെയ്യും. ഒന്നുകൂടി പറയാണേ, നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ വെച്ചിട്ട് എന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യും. ഏത് സ്റ്റാറ്റിയാണെന്ന് എങ്ങനെ തീരുമാനിക്കുക? അത് നമ്മളെടുത്ത സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സും നമ്മളെടുത്ത സ്റ്റഡിയുടെ ഹൈപ്പോതെസിസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഏത് സ്റ്റാറ്റി വേണം. ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉണ്ട്. മീൻ, മീഡിയൻ മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ തന്നെ മാൻവിറ്റ്നി, അനോവ, ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉണ്ട്. ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് തീരുമാനിക്കുന്നത് ആ ഒരു സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവും ആ ഒരു സ്റ്റഡിയുടെ ഹൈപ്പോതെസിസും വെച്ചിട്ടാവും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. The researcher could use descriptive statistics or he or she may use inferential statistics. രണ്ട് സ്റ്റാറ്റി ആണുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. The researcher may compute mean, standard deviation and may even graphically represent the score. Mean ഉപയോഗിക്കാം, മോഡ് ഉപയോഗിക്കാം, ഗ്രാഫ് വരയ്ക്കാം, ഏത് ഉപയോഗിക്കാം. He or she may also find out the percentage of adolescents with high, moderate and low emotional intelligence. പെർസെന്റേജ് കണ്ടെത്താം, സെൽഫ് എസ്റ്റീമിന്റെ ഒക്കെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ പെർസെന്റേജ് കണ്ടെത്താം, സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടെത്താം, എല്ലാം അതിന് എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് വേണമെങ്കിലും കണ്ടെത്താം. അതായത് മീഡിയൻ മോഡ്, സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. The researcher may also choose to study relation between emotional intelligence and self-esteem. റിലേഷൻ നടത്താനാണ് കോറിലേഷൻ ഉപയോഗിക്കുന്നത്.
or he or she may also try to find out if there exists a significant difference in emotional intelligence and self-esteem regard to the gender. അതായത് നമുക്ക് മീഡിയം മോഡൽ ഉണ്ട്, മീഡിയം മോഡൽ കണ്ടെത്താം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്താം, കോറിലേഷൻ കണ്ടെത്താം, അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് വരെ കണ്ടെത്താം. പല സ്ട്രാറ്റജിയാണ് ഇതിനകത്ത്. Thus, the researcher may choose to use varied statistical technique based on the objective and hypothesis of the research. Objectively, hypothesisന്റെ ബേസിസില് ഏത് സ്ട്രാറ്റജിയാണ് തീരുമാനിച്ച് ആ സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഡാറ്റ അനാലിസിസ് ചെയ്യുക. As it is clear from the above examples, statistical methods are used in psychological research mainly to analyze data and inferences from them. ഡാറ്റ അനാലിസിസ് ചെയ്തിട്ട് ഒരു ഉത്തരം അനുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ക്ലാസ് റൂം പ്രഷറും ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും കാരണം കുട്ടികളിൽ മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു അനുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ്, ഉണ്ടോ ഇല്ലയോ എന്നുള്ള അനുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാറ്റ സ്റ്റാറ്റി വെച്ച് അനലൈസ് ചെയ്യുന്നത്. ഒരു സൈക്കോളജിക്കൽ റിസർച്ചിൽ എന്തിനാണ് സ്റ്റാറ്റി ചെയ്യുന്നത്? ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഇൻഫറൻസ് ചെയ്യാൻ വേണ്ടി, അനുമാനം ചെയ്യാൻ വേണ്ടി. However, before we go to discussing various statistical techniques, we will first try to focus on the term statistic, its meaning and role. First, നമ്മൾ പഠിക്കാം സ്റ്റാറ്റി എന്താണ്, റോൾ എന്താണ്. ഈ ഒരു പ്രസന്റ് യൂണിറ്റിൽ നമ്മൾ സ്റ്റാറ്റിയുടെ മീനിങ് എന്താണ്, സ്റ്റാറ്റിയുടെ ഡെഫിനിഷൻ, റോള്, കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഒരു സൈക്കോളജിക്കൽ റിസർച്ചില് ഡാറ്റ അനാലിസിസ് ചെയ്തിട്ട് ഇൻഫറൻസ് ഡ്രോ ചെയ്യാൻ, അതായത് അനുമാനിക്കാൻ, ഒരു ഉത്തരം അനുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റി ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ മനസ്സിലായോ എന്തിനാണ് സൈക്കോളജിയിൽ സ്റ്റാറ്റി ചെയ്യുന്നത്? ഇനി പറഞ്ഞ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? മനസ്സിലായോ? നമ്മളോടാണ് നോട്ട് നാളെ തന്നെ മേടിക്കണം. നമ്മൾ നാളെ മുതൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ എഴുതി തുടങ്ങും. ഇങ്ങനെ വിശദമായിട്ട് ഞാൻ പഠിപ്പിച്ചു. നഫിയ മാത്രമല്ല ബാക്കിയുള്ളവരും കൂടെ പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു? വഫാസ്, സൈനബ്, സിൻസിയ. നല്ലതായിരുന്നു. ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് സൈക്കോളജിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള കാര്യം. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. സിൻസിയ, ഷെബിൻ, ക്ലാസ് നല്ലതായിരുന്നു മാം. മാം സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കയറിയായിരുന്നു, അതിന്റെ ഇടയിൽ ഒരു കോൾ വന്നപ്പോ കട്ടായി പോയി. സോറി, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, അതാ ഞാൻ പിന്നെ മിണ്ടാത്തത്. ഓക്കെ ഷെബിൻ, ഒരു കാര്യം ചെയ്യാൻ, ഡോണ്ട് വറി, ഞാൻ അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും, അപ്പൊ കാണാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ നമ്മള് വിശദമായിട്ട് ഇന്ന് മുതൽ സ്റ്റാറ്റി പഠിച്ചു തുടങ്ങും. തിങ്കളാഴ്ച മുതലാണ് നമ്മുടെ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഓരോന്ന് നമ്മൾ എടുത്ത് പഠിപ്പിച്ചു തരികയാണ് ചെയ്യും. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ, അബ്ദുൽ നാഫിസ്. ബൈ, ടേക്ക് കെയർ.